നമസ്കാരം. ഫോർട്ടുഗേ ന്യൂസിലേക്ക് സ്വാഗതം. ഇസ്രായേൽ ഹമാസ് യുദ്ധം തുടങ്ങി 3 മാസം തികയുന്നു. ഇപ്പോഴും ആക്രമണങ്ങളിൽ അയവില്ലാതെ യുദ്ധം തുടരുകയാണ്. ഗാസയിൽ ഇസ്രായേൽ യുദ്ധം കടുപ്പിക്കുന്ന ഓരോ നിമിഷവും ഇസ്രായേലിന് തന്നെയാണ് കൂടുതൽ പ്രതിഷേധങ്ങൾ നേരിടേണ്ടി വരുന്നത്. തെരുവുകളിൽ ഇപ്പോൾ ഇസ്രായേലിനെതിരെയാണ് പ്രതിഷേധങ്ങൾ അലയടിക്കുന്നത്. സ്വന്തം രാജ്യത്തടക്കം ഇസ്രായേൽ പ്രതിഷേധങ്ങൾ നേരിടുകയാണ്. ഇപ്പോഴത്തെ മറ്റൊരു വാർത്തയാണ് പുറത്തു വരുന്നത്. ഇസ്രായേൽ ഗാസയിൽ നടത്തുന്ന ആസൂത്രിത വംശഹത്യയെ പിന്തുണച്ച UK-യിലെ ഇസ്രായേൽ അംബാസിഡറെ പുറത്താക്കാൻ ആവശ്യപ്പെട്ട് ജനങ്ങൾ നിവേദനം നൽകാൻ പോകുകയാണ്. ആ നിവേദനത്തിലാകട്ടെ ഒരൊറ്റ ദിവസം കൊണ്ട് 80,450 പേരാണ് ഒപ്പിട്ടത്. ഇസ്രായേലി അംബാസിഡർ TCP ഹോട്ടോവെലിയെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് change.org വഴിയാണ് നിവേദനം തയ്യാറാക്കിയത്. അംബാസിഡർ പരസ്യമായി വംശഹത്യയുടെ ഭാഷ ഉപയോഗിക്കുകയും അതിനായി വാദിക്കുകയും ചെയ്യുന്നു. ഗാസയിലും വെസ്റ്റ് ബാങ്കിലും വംശീയ ഉന്മൂലനം തുടരുകയാണെന്നും നിവേദനത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. ദ്വിരാഷ്ട്ര പരിഹാരം തള്ളിക്കളഞ്ഞ അംബാസിഡർ ഭാവി പലസ്തീൻ രാഷ്ട്രത്തിന്റെ സാധ്യതയെയും എതിർത്തിരുന്നു. ഇതിനിടെയാണ് ഇവർക്കെതിരെ നിവേദനം തയ്യാറാക്കുന്നത്. സാധാരണഗതിയിൽ 10,000 ഒപ്പുകളുള്ള നിവേദനത്തിന് ബ്രിട്ടീഷ് പാർലമെന്റിൽ നിന്ന് പ്രതികരണം ലഭിക്കും. 1,00,000 ഒപ്പുകൾ ഉണ്ടെങ്കിൽ പാർലമെന്റിൽ വിഷയം ചർച്ചയായി പരിഗണിക്കും. അതേസമയം ഇസ്രായേലി പാർലമെന്റിനെ പിരിച്ചുവിടണമെന്നും തെരഞ്ഞെടുപ്പ് നേരത്തെ നടത്തണമെന്നും ആവശ്യപ്പെട്ട് ആയിരക്കണക്കിന് ഇസ്രായേലികൾ ടെൽ-അവീവിലും പ്രതിഷേധം നടത്തിയിരുന്നു. ഇത് ഹാരിസ് ആണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ സർക്കാരിനെതിരെ 100 കണക്കിന് ഇസ്രായേലികളാണ് പ്രതിഷേധത്തിൽ പങ്കെടുത്തത്. ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് നടത്തിയാൽ നെതന്യാഹുവിന് സർക്കാർ രൂപീകരിക്കാൻ സാധിക്കില്ലെന്ന് അടുത്തിടെ പുറത്തുവന്ന അഭിപ്രായ സർവേയിൽ കണ്ടെത്തിയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടത്തരുത് എന്ന ആവശ്യവുമായി പ്രതിഷേധം അലയടിക്കുന്നത്. അതേസമയം ഗാസയിൽ വെടിനിർത്തൽ ആവശ്യപ്പെട്ട് ശനിയാഴ്ചയും ലണ്ടനിൽ പലസ്തീൻ അനുകൂല പ്രകടനം നടന്നു. പ്രതിഷേധക്കാർ ബ്രിട്ടീഷ് പാർലമെന്റിന് സമീപത്തെ പാലത്തിലേക്കുള്ള പ്രവേശനം തടഞ്ഞു. ഇതോടെ പ്രതിഷേധക്കാരും പോലീസും ഏറ്റുമുട്ടുകയുണ്ടായി. ഈ വർഷം ആദ്യമായാണ് ലണ്ടനിൽ മാർച്ച് നടക്കുന്നത്. ശനിയാഴ്ച ജർമ്മൻ തലസ്ഥാനമായ ബെർലിനിൽ നടന്ന മാർച്ചിൽ 1,500ഓളം പേരാണ് പങ്കെടുത്തത്. കഴിഞ്ഞ മാസങ്ങളിൽ ഇസ്രായേലിനെതിരെ വലിയ പ്രതിഷേധങ്ങളാണ് യൂറോപ്യൻ നഗരങ്ങളിലടക്കം അരങ്ങേറിയത്. കടുത്ത പ്രതിഷേധം തന്നെയാണ് ഇസ്രായേലിനുമേൽ ഇപ്പോൾ നടക്കുന്നത്. അത്രയ്ക്ക് ക്രൂരമായാണ് ഇസ്രായേൽ പലസ്തീനിൽ ആക്രമണം നടത്തുന്നതും അവിടെയുള്ള സാധാരണക്കാരെ കൊല്ലാക്കൊല ചെയ്യുന്നതും.